ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഇഗ്നോ MA-യുടെ പൊളിറ്റിക്കൽ തിയറിയിലെ ലിബർട്ടി എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 1 ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇഗ്നോ MA പൊളിറ്റിക്കൽ സയൻസിന് കൂടാതെ സിവിൽ സർവീസിന്റെ PSIR ഓപ്ഷണലിന് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ഇപ്പോൾ ഇഗ്നോയിലെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ വൈസ് ആ രീതിയിലാണ് ഈ വീഡിയോ സീരീസിന്റെ ആദ്യ ഭാഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം PSIR-ന് മാത്രമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ, അതിനുവേണ്ടി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രമായിട്ടൊരു ബ്രോഡർ സെൻസ് വീഡിയോ അതിനുശേഷം അപ്ലോഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ടോപ്പിക് വൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇഗ്നോ MA പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് UPSC PSIR പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് എന്താണ് ഉപകാരപ്രദമാവുന്ന തരത്തിലാണ് ഈ ലെക്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Concept of liberty. The word liberty comes from the Latin libertas, meaning freedom. അപ്പൊ ലിബർട്ടി എന്ന ഈ വാക്ക് വരുന്നത് തന്നെ ലാറ്റിൻ വാക്കായ ലിബർട്ടാസിൽ നിന്നാണ്. അപ്പൊ എന്താണ് ലിബർട്ടി എന്ന് പറയുന്നത്? ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു ആക്ട് അക്കോർഡിംഗ് ടു ദ വിൽ. അതിൽ ഒന്നാമത്തെ കാര്യം, ഇൻഡിവിജ്വൽസ് അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇൻഡിവിജ്വൽസിനുണ്ട്. ബട്ട് അതിന്റെ രണ്ടാമത്തെ കാര്യം, വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. അല്ലെ, ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ മാത്രമാണ് അവർക്ക് ആ വില്ലിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളത്. അതായത് ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട് ഫ്രീഡം. എന്തും വിത്തൗട്ട് റീസ്ട്രെയിൻ ചെയ്യുന്നതല്ല, റെഗുലേറ്റഡ് ഫ്രീഡം ആണ്. ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട് ഫ്രീഡം ബട്ട് റെഗുലേറ്റഡ് ഫ്രീഡം. അതായത് നമ്മുടെ ഒരാളുടെ ലിബർട്ടി മറ്റൊരാളുടെ ലിബർട്ടിയെ ഹാം ചെയ്യാത്ത തരത്തിൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് എന്ത് പറയൂ, ഫ്രീഡം ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയുള്ളൂ മോഡേൺ സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ അത് ക്രൈമായിട്ട് മാറും. ഇനി പലതരത്തിലുള്ള ലിബർട്ടി ഉണ്ട്. നാച്ചുറൽ ലിബർട്ടി, അതായത് സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ, അതായത് ഗവൺമെന്റ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ലിബർട്ടി. സിവിൽ ലിബർട്ടി, അത് നമ്മുടെ സ്റ്റേറ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന ലിബർട്ടി. പൊളിറ്റിക്കൽ ലിബർട്ടി, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനുള്ള ലിബർട്ടി. എക്കണോമിക് ലിബർട്ടി, നമ്മുടെ എക്കണോമിക് സാമ്പത്തിക സ്വാതന്ത്ര്യം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലിബർട്ടി ഉണ്ട്. ഇനി ഈ ലിബർട്ടിയിൽ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. എന്താണത്? നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും. അപ്പോൾ ഞാൻ ഇവിടെ അതിനു മുമ്പ് ഞാനൊരു ബേസിക് ഡെഫിനിഷൻ നിങ്ങൾ കൊടുത്തിട്ട് കണ്ടോ? ബേസിക് ഡെഫിനിഷനിൽ മെക്കാൾഡ മോഡലാണ് അതിൽ പറഞ്ഞിട്ട്, മെക്കല മോഡലാണ്, ജെറാൾഡ് മെക്കല മോഡല്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലിബർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് പ്രകാരം ലിബർട്ടി എന്ന് പറയുന്നത് എപ്പോഴും 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാഡിക് റിലേഷൻ ആണ്. ഓക്കെ, റിമെമ്പർ ദ വേർഡ് ട്രയാഡിക് റിലേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് 3 എലമെന്റ്സ്. ഒന്നാമത്തെ എലമെന്റ് എന്താണ്? എക്സ്, അതായത് ഒരു ഇൻഡിവിജ്വല്. പിന്നെ ഒരു ഒബ്സ്റ്റാക്കിൾ അല്ലെങ്കിൽ റീസ്ട്രെയിൻഡ് ഉണ്ട്, അയാളെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. പിന്നെ ബി, ആക്ഷൻ ഉണ്ട്, വാട്ട് എക്സ് വാണ്ട് ടു ഡു. ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ എളുപ്പത്തിൽ പറയാം. ഉദാഹരണത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ഗവൺമെന്റിനെ വിമർശിക്കണം. ഓക്കെ, അപ്പൊ ആ ആളാണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ആളാണ്. പക്ഷെ ഗവൺമെന്റിനെ വിമർശിക്കുന്ന സമയത്ത് അവിടെ സെൻസർഷിപ്പ് ഉണ്ടാവും. ചില രാജ്യങ്ങളിൽ ഗവൺമെന്റിനെതിരെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾ അല്ലെങ്കിൽ റീസ്ട്രെയിൻ എന്ന് പറയും. ഇനി ഇയാൾക്കൊരു ഗോൾ ഉണ്ടല്ലോ, ഒരു ആക്ഷൻ ഉണ്ടല്ലോ, എന്താണ് ഇയാൾ ചെയ്യുന്നത്? ഗവൺമെന്റിനെ വിമർശിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയാ? ബി അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ വേറൊരു സംഭവം, ഒരാൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിക്കണം, ഹയർ എഡ്യൂക്കേഷന് പോകണം. അപ്പൊ അയാളുടെ പേര് രാമു എന്നാന്നിരിക്കട്ടെ. അപ്പൊ രാമു ആണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്. അയാളുടെ ഗോളായ ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ബിയിൽ വരുന്ന ആക്ഷനിലും വരുന്നത്. അപ്പൊ ഇവിടെ ഒബ്സ്റ്റാക്കിൾ ഉണ്ടല്ലോ, ഒരു ഒബ്സ്റ്റാക്കിൾ അയാൾക്കുണ്ട്. അയാൾക്ക് പൈസ ഇല്ല, പോവർട്ടി ആണ് അല്ലെങ്കിൽ പൂവർ ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? എന്ന് പറയും. അപ്പോൾ ഇത് വാട്ട് റെസ്ട്രിക്റ്റ് ഹിസ് ഗോൾ, അതൊരു ഒബ്സ്റ്റാക്കിൾ ആണ്. നേരത്തെ അത് റീസ്ട്രെയിൻഡ് ആയിരുന്നു. എവിടെ? പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ അതൊരു തടസ്സമായിരുന്നു. പക്ഷെ ഇവിടെ അതൊരു നിയന്ത്രണമായിരുന്നെങ്കിൽ ഇവിടെ ഇതൊരു തടസ്സമാണ്.
ഇപ്പൊ ഈ ഒബ്സ്റ്റാക്കിളും റിസ്ട്രെയിനും അത് ആ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒബ്സ്റ്റാക്കിളിനെയും റിസ്ട്രെയിനിനെയാണ് നമ്മൾ എന്ത് പറയാം, അവിടെ എ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അദ്ദേഹത്തിന്റെ വ്യൂസിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയാം. അദ്ദേഹത്തിന്റെ വ്യൂസിൽ കുറച്ചുകൂടി നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ലിബർട്ടീനെ അദ്ദേഹം നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്യത്തിൽ അതിൽ ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് എന്താണ് പോസിറ്റീവ് ലിബർട്ടിയും നെഗറ്റീവ് ലിബർട്ടി എന്നുള്ള കാര്യം, എന്നാലും മാത്രമേ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂ, മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം. ഓക്കെ, നെഗറ്റീവ് ലിബർട്ടി ഫ്രീഡം ഫ്രം. വിശദീകരിക്കാം. പോസിറ്റീവ് ലിബർട്ടി ഫ്രീഡം ടു. അപ്പൊ ഫ്രീഡം ഫ്രം എന്ന് പറയുന്നത് എപ്പോഴും ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ റീസ്ട്രെയിൻ ഓർ ഇന്റർഫിയറൻസ് ആണ്. നെഗറ്റീവ് ലിബർട്ടി എപ്പോഴും പറയുന്നത് അവിടെ എക്സ്റ്റേണൽ റീസ്ട്രെയിൻ ഇല്ല, ഇന്റർഫിയറൻസ് ഇല്ല. യു ആർ ഫ്രീ വെൻ നോ വൺ സ്റ്റോപ്പ് യു ഫ്രം ഡൂയിങ് വാട്ട് യു വാണ്ട്. അതാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻസ്, ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിങ്കേഴ്സ് ജോൺ ലോക്ക്, ജെ.എസ്. മില്ലൊക്കെയാണ്. ഇപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച്, നോബഡി സെൻസസ് യു. ഫ്രീഡം ഓഫ് റിലീജിയൻ, the state doesn't interfere with your religious belief. അപ്പോൾ ഇതെന്താണ് ശരിക്കും ഇങ്ങനെ വരുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ലിബർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഇപ്പൊ ഒരു പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് അയാൾക്ക് ലീഗലായിട്ട് അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ട് ഫുഡ് വാങ്ങാൻ, പക്ഷെ പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ലിബർട്ടി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് the ability or capacity to be one's own master and actually achieve potential. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പട്ടിണിക്കാരൻ ആ പൈസയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്രീഡത്തിനെയാണ് നമ്മൾ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയാം. ഒരാളുടെ മാസ്റ്റർ ആവാനും അയാളുടെ ഒരു ആ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള ഫ്രീഡം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ യു ആർ ഫ്രീ വെൻ യു ഹാവ് ദ കണ്ടീഷൻ ആൻഡ് കപ്പാസിറ്റി ടു ആക്ട് മീനിങ് ഫുള്ളി. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റിയും കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് ഈ സെൽഫ് റിയലൈസേഷൻ, എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന റൂസോ, ഹീഗൽ, മാർക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള. ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് നിങ്ങളെ എബിലിറ്റീസിന് ഹെൽപ്പ് ചെയ്യും. വെൽഫെയർ റൈറ്റ്സ്, ഹെൽത്ത് കെയർ, മിനിമം വേജ് റേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, പിന്നെ ഈ ഒരു പോസിറ്റീവ് ലിബർട്ടിയിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫോഴ്സിങ് പീപ്പിൾ ടു ബി ഫ്രീ, അവിടെ കുറച്ചൊരു ഇന്റർവെൻഷന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. പിന്നെ വേറെ ഒന്നൊരു കാര്യം, റിസ്ക് ഒരു അതോറിറ്റേറിയൻ ആയിട്ട് സ്റ്റേറ്റ് ഡിസൈഡ് വാട്ട് ഇസ് ഗുഡ് ഫോർ സിറ്റിസൺ. അത് സിറ്റിസൺ അവിടെ റോളൊന്നുമില്ല. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് പറയുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വരിക. നെഗറ്റീവ് ലിബർട്ടിയിൽ ലീവ് മീ അലോൺ എന്ന് പറയുന്ന പോലെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ലീവ് മീ അലോൺ, അതിലെനിക്ക് ആരുടെ ഒരു ഇതും വേണ്ട. അപ്പൊ അതേ സമയത്ത് പോസിറ്റീവ് ലിബർട്ടിയിൽ ഹെൽപ്പ് മീ അച്ചീവ്, എനിക്കൊരു കാര്യം വേണം, എന്നെ ഇതിനെ അച്ചീവ് ചെയ്യൂ എന്ന് പറയുന്നത് പോലെയാണ് പോസിറ്റീവ് ലിബർട്ടി പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ലിബർട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ലിബർട്ടി നമ്മൾ തോന്നുന്ന പോലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നശിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഈ പോസിറ്റീവ് ലിബർട്ടി, അത് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകാധിപതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഈ പോസിറ്റീവ് ലിബർട്ടി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി മാക്കല്ലത്തിന്റെ ഐഡിയ പ്രകാരം നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഏജന്റിലാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇത് പ്രകാരം വെരി വൈഡ് ആണ്. ഇതിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് ബ്രോഡ് ആൻഡ് വെരി വൈഡ് ആണ്. ആക്ഷൻസിൽ എന്തും പെടാം, ഒന്നും ചെയ്യാതെ ഇരിക്കാം, അതും ഒരു ഫ്രീഡം ആണ്. ഓക്കെ. പക്ഷെ റീസ്ട്രെയിൻസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള ലൈക്ക് ലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫിസിക്കൽ ഒബ്സ്റ്റാക്കിൾസ്, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഈ തടസ്സങ്ങളിൽ വരുന്നുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് കാലിന് അംഗവൈകല്യം ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പോലീസ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. ഓക്കെ. പക്ഷേ ഇവിടെ തന്നെ ഒരു കാര്യം, നിങ്ങളെ ആരും പിന്നെ എന്താണ് ഫുഡ് വാങ്ങുന്നതിന് തടയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പൈസ ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല, അത് വേറെ കാര്യം. ഇനി പോസിറ്റീവ് ലിബർട്ടിയിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നാരോ ആണ്. ആക്ഷൻസ് നാരോ ആണ്, മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ആക്ഷൻസ് ബ്രോഡ് ആണെങ്കിൽ ഇവിടെ ആക്ഷൻസ് നാരോറും റീസ്ട്രെയിൻസ് ബ്രോഡറും ആണ്. അതായത് ഇവിടെ എന്താ, എല്ലാ ആക്ഷനും നമ്മൾ പോസിറ്റീവ് ലിബർട്ടിയിൽ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഒരു സ്ലേവറി, നോട്ട് ഫ്രീഡം ടു സെൽ വൺ സെൽഫ് ഇൻ ടു സ്ലേവറി, അത് നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ലിബർട്ടിയിൽ അംഗീകരിക്കുന്ന കാര്യമല്ല.
ഓക്കെ, അത് നിങ്ങളുടെ ഫ്യൂച്ചർ ഫ്രീഡത്തിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു ഫിസിക്കൽ ലീഗൽ ബാരിയേഴ്സ് അല്ല ഇതിൽ റീസ്ട്രെയിൻസിൽ പറയുന്നത്. അതിൽ ലോസ് ഉണ്ട്, ഫിസിക്കൽ ബാരിയേഴ്സ്, ഇൻകപ്പാസിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ പോവർട്ടി, ഇഗ്നോറൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബ്രോഡർ സെൻസിലാണ് ഇതിൽ റീസ്ട്രെയിൻസിനെ കാണുന്നത് പോസിറ്റീവ് ലിബർട്ടി. അപ്പോ ഇത് രണ്ടും എന്താണ്? ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലീവ് മീ അലോൺ ആണ്. മറ്റേത് ഹെൽപ്പ് മീ ടു അച്ചീവ്. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് ലിബർട്ടിയിൽ നമ്മൾ പറയുന്നത്. അത് നെഗറ്റീവ് ലിബർട്ടിയിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പറയാം, പലപ്പോഴും അതിന്റെ ഒരു ഉദ്ദേശ്യം, അത് പ്രോമിസ്, അത് എന്താണ്, നമുക്ക് ഡെലിവറി ചെയ്യാൻ ഈ ലിബർട്ടി എന്താണ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കഷൻ ഓഫ് ഫ്രീഡത്തിൽ എപ്പോഴും നമ്മൾ വേർണിംഗ് ഉണ്ടാവും, ഒരു കവേറ്റ്, ഒരു ജാഗ്രത പോലെ. അതായത് നമുക്കൊരു അബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്തു എന്ന് വിചാരിക്കും. ഇപ്പൊ എനിക്കൊരു ഫ്രീഡം ഉണ്ട്, ആരെയും ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ ഒരു ഫ്രീഡം എനിക്കുണ്ടെങ്കിൽ, അങ്ങനെ ഓരോരുത്തർക്കും ആ ഫ്രീഡം ഉണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ സ്ട്രക്ചർ കൊളാപ്സ് ആയി പോകും. അപ്പൊ അവിടെ ഒരു വാർണിങ്സ് ഒക്കെ ഉണ്ട് എപ്പോഴും, അല്ലെ? ഇനി ഇതിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്താണ്, ഫ്രീഡം ഓഫ് സം ഡിപ്പെൻഡ് ഓൺ ദ ലാക്ക് ഓഫ് ഫ്രീഡം ഓഫ് അതേഴ്സ്. കുറച്ച് ആൾക്കാരുടെ ഫ്രീഡം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമില്ലായ്മ. കുറച്ചാൾക്കാരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അതൊരു അയേണിയാണ്, ഒരു വിരോധാഭാസമാണ്. ഉദാഹരണത്തിന് മെയിൽ ഗ്രീക്ക് അമേരിക്കൻ സിറ്റിസൺ, അല്ലെ മെയിൽ ഗ്രീക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺ, അവര് സ്ലേവറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജീവിച്ചിരുന്നത്. കുറെ അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് അവർ ഫ്രീ ആയിട്ട് ജീവിച്ചിരുന്നത്. ഇപ്പൊ അടിമകൾക്ക് അവിടെ ഫ്രീഡം ഉണ്ടോ? ഇല്ല, അല്ലെ? പിന്നെ മെൻസ് ഫ്രീഡം ഡൊമിനേഷൻ ഓഫ് വുമൺ, അല്ലെ? സ്ത്രീകൾ അടുക്കളയിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മെൻസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതൊരു മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ആണ്. അതായത് ഡൊമിനേഷൻ ഓഫ് വുമൺ ആണ് പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം. പിന്നെ നമ്മുടെ നോർത്തേൺ കൺട്രീസ് എന്താണ്, പുവർ സൗത്തേൺ നേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഫ്രീഡം ഇരിക്കുന്നത് എന്ന് ബോമാൻ തന്റെ ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ട്. അപ്പൊ കുറച്ചാൾക്കാരുടെ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റാൾക്കാരുടെ ഡിപ്പെൻഡൻസ് നെസസറി ആക്കുവാണെങ്കിൽ, നെസസറിയും പ്രൊഫിറ്റബിളും ആയിട്ട് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദ അൺഫ്രീഡം ഓഫ് വൺ പാർട്ട് മേക്ക് ദ ഫ്രീഡം ഓഫ് അനദർ പോസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെ ഒരു സബ്ജുഗേറ്റിംഗ് ആണെങ്കിൽ, അവിടെ ഒരു
പിന്നെ വാല്യൂഡ് കൾച്ചറൽ കണ്ടെക്സ്റ്റ്, ഈക്വൽ റെക്കഗ്നിഷൻ ഓഫ് ഡിഫറെന്റ് കൾച്ചേഴ്സ്, അതായത് സപ്പോർട്ടിങ് ക്ലെയിംസ് ഫോർ കൾച്ചറൽ റൈറ്റ്. നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം മറ്റൊരു കമ്മ്യൂണിറ്റിക്കും കൊടുക്കുന്നത്.